മകനെയും കുടുംബത്തെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 മാർച്ച് മാസത്തിലാണ് കൂട്ടക്കൊല നടന്നത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. പ്രായം കണക്കിലെടുത്തുള്ള ശിക്ഷാ ഇളവ് പ്രതി അർഹിക്കുന്നില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ സെബാസ്റ്റ്യൻ കെ ജോസ് പ്രതികരിച്ചു. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, കോടതി വിധിയുടെ വിശദാംശങ്ങൾ. ില്ലാത്ത ക്രൂരതയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 മാർച്ച് 19 ഈ ഒരു അരും കൊല നടക്കുന്നത്. അതായത് പ്രതിയായിട്ടുള്ള ഹമീദ് മകനെയും ഭാര്യയെയും ഇവരുടെ 2 മക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ കഴിഞ്ഞ 29 തീയതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. ഇതിനുശേഷം വിധി ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് 2 മണിയോടുകൂടിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. പ്രതി ഒരു രീതിയിലുമുള്ള പരിഗണന അർഹിക്കുന്നില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. പ്രായം കണക്കിലെടുത്തുള്ള ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഈ പ്രതിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയത് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. പ്രധാനമായും ഈ ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളുടെ മൊഴിയും എല്ലാം തന്നെ ഈ കേസിൽ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാർച്ച് 22 തീയതി, അതായത് ഈ കേസിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യക്തിവൈരാഗ്യം ഈ പ്രതിക്കുണ്ടാക്കിയ ഒരു കാര്യമെന്നുള്ളത് സ്വത്ത് തർക്കവും ഈ ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട ഫൈസൽ മുഹമ്മദിന്റെ ഭാര്യ ഷീബയുമായുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നത്. അതായത് ഈ കൊലപാതകത്തിൽ ഈ ഹമീദ് തീ കൊളുത്തി കൊന്നത് ഇത്തരത്തിൽ മകനായ ഫൈസൽ മുഹമ്മദ്, അതുപോലെ തന്നെ ഭാര്യ ഷീബ, മക്കളായ 16 വയസ്സുകാരി മെഹറിൻ, 11 വയസ്സുകാരി അസ്ന എന്നിവരെയാണ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പെട്രോൾ കുപ്പി എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വാട്ടർ ടാങ്കിലെ വെള്ളം പൂർണ്ണമായും ഒഴുക്കി കളഞ്ഞ ശേഷമാണ് ഈ വീടിന്റെ ജനല്, ഈ മകൻ കിടന്നിരുന്ന വീടിന്റെ ജനല് തുറന്ന് ഈ ജനൽ വഴി അകത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്തത് കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നത്. കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 78 സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുപ്പി എറിയുന്നത് കണ്ട അയൽവാസി ഉൾപ്പെടെ 78 പേരാണ് ഈ കേസിൽ മൊഴി നൽകിയിട്ടുള്ളത്, ഈ സാക്ഷികളായി ഉണ്ടായിരുന്നത്. ഈ സാക്ഷികളെല്ലാം തന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഹമീദിന് വധശിക്ഷ തന്നെ കോടതി വിധിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതിഭാഗം ഇതിൽ വിധിയിൽ അപ്പീൽ പോകും, നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ശരി, സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.